നേരത്തെ സൂചിപ്പിച്ച പോലെ 3 പാനലുകൾ നമ്മളിവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 130 വോൾട്ടിന് മുകളിൽ ഇവിടെ കിട്ടുന്നുണ്ട്. പാനലുകൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിക്രം കമ്പനിയുടെ ഹാഫ് കട്ട് മോണോപ്പർക്ക് 450 വാട്ട്സ് പാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് 6 സ്ക്വയർ എമ്മിൻ്റെ കേബിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തം 4 തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4 തൂണുകളുടെയും ചുവട് നമ്മൾ ഗ്രൗട്ട് ചെയ്ത ശേഷം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നീട് ചോർച്ച ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട്. ഇവിടെ കാണുന്ന പോലെ ഈ ഭാഗത്തൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പാനൽ നമുക്കൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി അല്പം ഉള്ളിലേക്ക് വലിച്ച് ഓടിന് മുകളിലേക്ക് കയറ്റിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ 450 വാട്ട്സിൻ്റെ 3 പാനലുകൾ, അതായത് 1350 വാട്ട്സാണ് നമ്മൾ ടോട്ടൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പാനലിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത്. ഇത്തരത്തിൽ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 3.25 മീറ്ററോളം നീളവും 2.25 മീറ്റർ അടുത്ത് വീതിയും ഉള്ള ഒരു ഏരിയ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൊത്തം നമുക്ക് ഏകദേശം 80 സ്ക്വയർ ഫീറ്റ് ഏരിയ ഈ പാനൽ വെക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പോലെ തന്നെ ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ C10 സോളാർ ബാറ്ററീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 200Ah ബാറ്ററീസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബാറ്ററി ട്രോളി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യുന്നതിനായിട്ടും പിന്നെ ഒരു കവറിങ് കിട്ടുന്നതിനായിട്ടൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന പോലെ ചാർജ് കൺട്രോളറിൽ നിന്നുള്ള കേബിള്, ഇൻവെർട്ടറിൽ നിന്നുള്ള കേബിള് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ ലെഗൊക്കെ അടിച്ച് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 3 kVA ഇൻവെർട്ടറാണ്. നമുക്ക് ഏകദേശം 2000 വാട്ട്സ് വരെ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻവെർട്ടറുണ്ട്. കോപ്പർ ട്രാൻസ്ഫോമർ ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ചാനലിൽ പോയി ഒന്ന് എടുത്ത് കാണും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ DC കേബിൾ നമ്മളൊരു 32 ആംപിയർ DC MCBയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ചാർജ് കൺട്രോളറിൻ്റെ പാനൽ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ ലെഗ് ചെയ്തിട്ടുണ്ട്. കോപ്പർ ലെഗാണ് ഇവിടെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിഡ് ഫേസ് ഇൻ ആൻഡ് ഔട്ട്, അതായത് ഇൻവെർട്ടറിന് KCB സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ചാർജ് കൺട്രോളർ ത്രൂ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓവറോൾ സിസ്റ്റം കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് KCB സപ്ലൈ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ച് 2-way സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 16 ആംപിയർ സ്വിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇടിമിന്നൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ 2 സ്വിച്ചുകൾ അപ്പ് പൊസിഷനിൽ ഓഫ് പൊസിഷൻ്റെ ശേഷം 2 പ്ലഗുകൾ അൺപ്ലഗ് ചെയ്താൽ മതിയാവും. പിന്നീട് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു 16 ആംപിയർ MCB ഇൻപുട്ട് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് ന്യൂട്രലിലെ ക്രോസ് പാരലായിട്ട് ഒരു SPD കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു 16 ആംപിയർ MCB നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു DB ബോക്സ് ഉപയോഗിച്ച് നമ്മൾ ഇവയെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഒറ്റ സിംഗിൾ യൂണിറ്റായിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിൻ്റെ നിയോൺ 80 LV എന്ന് പറയുന്ന ഒരു ചാർജ് കൺട്രോളറാണ്. ഇത് 12 to 48 വോൾട്ട് കോമ്പാറ്റബിൾ ആണ്. മാക്സിമം 4000 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു മൂടിയ അന്തരീക്ഷമാണ്, എന്നാലും പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഡിസ്പ്ലേ നോക്കിയാൽ കാണാം. ചെറിയ ആംപിയറിൽ പോലും ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് വേണ്ടി നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ നിന്നൊരു സപ്ലൈ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതുപയോഗിച്ച് പകൽ സമയത്ത്, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് മുന്നേ ഉള്ള സമയങ്ങളിൽ വാഷിംഗ് കംപ്ലീറ്റ് ഇതിൽ നമുക്ക് നടത്താവുന്നതാണ്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതാണ് 3 kVA ലഗ്നോ ഇൻവെർട്ടർ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ 16 ആംപിയർ MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KCB ചാർജിങ് ഓൺ ഓഫ് ഫംഗ്ഷൻ, ഇൻവെർട്ടർ UPS മോഡ് ഷിഫ്റ്റിംഗ്, അതുപോലെ തന്നെ സോക്കറ്റ് ഔട്ട്പുട്ട് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ചെയ്ത മറ്റൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു 1 ടൺ ഇൻവെർട്ടർ AC 3 സ്റ്റാർ ഇൻവെർട്ടർ AC ഉണ്ട്. അത് നമ്മൾ സോളാറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു കൺവീനിയൻസ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 രീതിയിൽ ഉപയോഗിക്കാം. KCBയിലും ഉപയോഗിക്കാം, സോളാറിലും ഉപയോഗിക്കാവുന്നതാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സോളാർ മോഡിലേക്ക് സ്വിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. ഈ സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്ന ലോഡ് പെർസെൻറ്റേജ് നോക്കാം. വെറും 41% ഉള്ളൂ. അതായത് 50% താഴെ മാത്രമേ ലോഡ് ഇവിടെ എടുക്കുന്നുള്ളൂ.
ഇതിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജും നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി ചേർത്താണ് 50% താഴെ ലോഡ് കാണിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ മറ്റൊരു ചേഞ്ചും വരുത്താതെ ഈ സെയിം ചാർജ് കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു പാനലോട് ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 24 വോൾട്ട് 2000 വാട്ട്സ് ആണ് ഈ ചാർജ് കൺട്രോളറിൻ്റെ കപ്പാസിറ്റി. ഒരു പാനലോട് ആഡ് ചെയ്താൽ പകൽ സമയത്തുള്ള കൂടുതൽ ലോഡിനെ നമുക്ക് ഇത് ഉപയോഗിച്ച് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം 5 യൂണിറ്റിനും 10 യൂണിറ്റിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ വീണ്ടും നമുക്ക് കാണാം.